ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബനാനയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ സിമ്പിളായി റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുക നെയ്യ് എടുക്കുമ്പോഴാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. അപ്പോൾ ഞാനൊരു ഏത്തപ്പഴം ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം നന്നായിട്ട് വേകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നൊരു ജ്യൂസി പരുവത്തിലായി വരും. ഇപ്പോൾ പഴം എല്ലാം കൂടെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമുക്കിതൊരു ജാം രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മാവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്നും ഒരു പാർട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ പാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല റൗണ്ട് ഷേപ്പിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഇവിടെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊന്ന് എടുത്തിട്ട് കോഴിമുട്ടയിലൊന്ന് മുക്കിയ ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇത് 2 ഭാഗത്തും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക, കരിഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ നമ്മുടെ ബനാന പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്